FOCയിലെ മൊഡ്യൂൾ 4 നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം വെബ് കണ്ടൻറ് ഡെലിവറിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒരു സെഷൻ ഞാനിപ്പോൾ നോക്കുന്നേ ഇല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലിപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് HTML പറ്റിയിട്ടാണ് കേട്ടോ. HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, സോ HTML. ഇനി HTML നമുക്ക് കഴിഞ്ഞ തവണ അവർ എന്താണ് CSS എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ അതേപോലെ വേണമെങ്കിൽ എന്താണ് HTML എന്ന് വേണമെങ്കിൽ ചോദിക്കാം. HTML എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൽ ശരിക്കും ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് വേറൊരു ടെക്സ്റ്റിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ ഒരു ലാംഗ്വേജ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ടാഗ്സ് ആണ്. ടാഗ്. അപ്പോൾ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി കീവേഡ്സ് തന്നെയാണ്. അപ്പോൾ ആ കീവേഡ്സ്, ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീവേഡ്സ് ആണ്. ആ കീവേഡ്സ് അതല്ലെങ്കിൽ ഈ ടാഗ്സ് പെയ്ഡ് ടാഗ്സും ഉണ്ട്, എംപ്റ്റി ടാഗ്സും ഉണ്ട്. പെയ്ഡ് ടാഗ് എന്ന് പറഞ്ഞാൽ വൺസ് ഒരു ടാഗ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളതിനെ ക്ലോസ് ചെയ്യുന്ന കണ്ടീഷൻസിലുള്ള ടാഗുകളാണ് പെയ്ഡ് ടാഗ് എന്ന് പറയുന്നത്. പെയ്ഡ് ടാഗ്സ്. ഓക്കെ, ദെൻ എംപ്റ്റി ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ, ചില ടാഗുകൾക്ക് നമുക്ക് എന്താ ജസ്റ്റ് ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പണിംഗ് സെഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ക്ലോസ് ചെയ്യുന്നതിനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു സ്ലാഷ് സിമ്പിൾ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഒരു ആംഗിൾ ബ്രാക്കറ്റിനകത്ത് സ്ലാഷ് സിമ്പിൾ കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ക്ലോസിങ് ഓഫ് എ ടാഗ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എംപ്റ്റി ടാഗിനകത്ത് എന്ത് കാണത്തില്ല? ഈ ക്ലോസിങ് സെഷൻ കാണത്തില്ല. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ HTML എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നായിരിക്കും HTML എന്നായിരിക്കും. അപ്പോൾ നമ്മളത് എഴുതും സ്മോൾ കേസിൽ HTML എന്ന് പറഞ്ഞ് എഴുതി. അതിനുള്ളിൽ നമ്മൾ ആക്ച്വലി എന്താണോ നമുക്ക് ഒരു വെബ് പേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? HTML എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ ചെയ്യാനുള്ള കോഡ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു HTML നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? HTML സ്റ്റാർട്ട് ചെയ്തു, HTML എൻഡ് ചെയ്തു. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പെയ്ഡ് ടാഗ്, അതായത് ഓപ്പണിംഗ് ടാഗുമാണ്, ക്ലോസിങ് ടാഗുമാണ്. ഇനി ചില ടാഗുകൾ പറഞ്ഞില്ലേ, എംപ്റ്റി ടാഗുകൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കൊരു ഹൊറിസോണ്ടൽ റോ വേണം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? HR, BR എന്നുള്ള ടാഗുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ഒരു റൂൾ നമുക്ക് വേണം, അതിന് നമ്മൾ HR എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള ടാഗുകൾക്കൊന്നും എന്തില്ല? ഒരു ക്ലോസിങ് അല്ലെങ്കിൽ ഒരു എൻഡിങ് ടാഗായിട്ട് നമ്മൾ പറയില്ല. അപ്പോൾ ഈ ഒരു ടാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു ഹൊറിസോണ്ടൽ റൂള് അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഡ്രോ ചെയ്യണം എന്ന്. അപ്പോൾ നമ്മളത് എഴുതും HR എന്ന് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചോളൂ നമ്മുടെ വെബ് പേജിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ബേസിക്കലി പറയാനായിട്ട്. അപ്പോൾ കുറേ HTML ടാഗുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ HTML നമുക്ക് ഹെഡുണ്ട്, ബോഡിയുണ്ട്, പിന്നെ ടൈറ്റിലുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ടാഗുകളും അതിന് ഓരോന്നിനും കീവേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രീ ഡിഫൈൻഡ് മീനിങ് ഉള്ള സെഷൻസിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ടാഗുകൾക്കും ഓരോ പ്രീ ഡിഫൈൻഡ് മീനിങ്സ് ഉണ്ട്. ഇനി നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാം, നമ്മളൊരു കമൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? സാധാരണ നമ്മൾ ഇപ്പോൾ ഡബിൾ സ്ലാഷ് കൊടുത്ത് നമ്മൾ കമൻറ്റ് ചെയ്യാറില്ലേ, അതേപോലെ ഒരു ലൈനെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ HTML യൂസ് ചെയ്യുന്നതാണ്. ഒരു ആംഗിൾ ബ്രാക്കറ്റിനകത്ത് നോട്ട് സിമ്പിൾ ഇട്ടിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? കമൻറ്റ് സെഷൻസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ HTML കമൻറ്റുകളെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നത്. ഇനി HTML4 വേർഷനാണ് നമ്മൾ മെയിൻലി എന്താ പറയുന്നത്, അത് ഹൈപ്പർ ടെക്സ്റ്റാണ്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ലിങ്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ടെക്സ്റ്റൽ ഫോർമാറ്റിലുള്ള വെബ് പേജ് കണ്ടൻറ്റാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മാർക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോം ചെയ്യുന്നത് സ്ട്രക്ചർ ടാഗ്സ് വെച്ചിട്ടായിരിക്കും. ദെൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ്സ് ആണ്. അതിനെ നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എൻക്ലോസ് ചെയ്യുന്നത് ആംഗിൾ ബ്രാക്കറ്റിനകത്തായിരിക്കും. ദെൻ ഇനി നമുക്ക് കുറേ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. പെയ്ഡ് ടാഗുണ്ട്, എംപ്റ്റി ടാഗുണ്ട്. നോക്കിക്കേ, എംപ്റ്റി ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാഗിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഹൊറിസോണ്ടൽ റൂൾ വേണം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? HR എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. ഇനി ഇതൊരു എംപ്റ്റി ടാഗിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ പെയ്ഡ് ടാഗുണ്ട്. അതെന്ത് കാണും? അതിനകത്ത് ഓപ്പണിംഗ് സെഷനും കാണും, ക്ലോസിങ് പോർഷനും കാണും. ക്ലോസിങ് ടാഗും ഉണ്ടായിരിക്കും, ഓപ്പണിംഗ് ടാഗും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് അത് നോക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന ടാഗിനെ നമ്മൾ എന്ത് വിളിക്കും? HTML ഓപ്പണിംഗ് ടാഗ് എന്ന് വിളിക്കും. ഇത് HTML നമ്മൾ എഴുതുവാണെങ്കിൽ ഇത് HTML ഓപ്പണിംഗ് ടാഗാണ്. ഇങ്ങനെ ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മൾ HTML എഴുതുവാണെങ്കിൽ അതെന്താണ്? ക്ലോസിംഗ് ടാഗ്. ഇത് ഓപ്പണിംഗ് ടാഗാണ്, ഇത് ക്ലോസിംഗ് ടാഗാണ്. ഓക്കെ, എംപ്റ്റി ടാഗ് എന്താണെന്ന് ചോദിക്കാം. ഇനി ശരിക്കും നമ്മളൊരു HTML ഒരു കോഡ് എഴുതുന്ന സമയത്ത് നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ള റൂളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആൻ HTML എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും HTMLൻ്റെ കോഡ് നമ്മൾ ബിഗിൻ ചെയ്യുന്നത് എന്തായിരിക്കും? HTML എന്നുള്ള ഒരു ടാഗിലായിരിക്കും. ആ ടാഗ് നമ്മുടെ കോഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മളതിനെ ക്ലോസ് ചെയ്യും, ദാറ്റ് ഈസ് /HTML കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളൊരു HTMLൻ്റെ ബിഗിനിങ്ങും എൻഡും സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ HTML നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ
നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HTML 2 സെഷൻസ് ഉണ്ട്. എന്താ ഉള്ളത്? ഒരു ഹെഡ് പോർഷനും ഉണ്ട്, ഒരു ബോഡി പോർഷനും ഉണ്ട്. ഹെഡ് എന്നൊരു പോർഷനും ഉണ്ട്, ബോഡി പോർഷനും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന വെബ് പേജിൻ്റെ പറ്റിയിട്ടുള്ള കണ്ടൻസ് അല്ലെങ്കിൽ ആ വെബ് പേജിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ഹെഡ് പോർഷനിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മെറ്റാ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എബൌട്ട് ദ വെബ് പേജ് ആയിരിക്കും നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ഹെഡ് പോർഷനിൽ സ്റ്റോർ ചെയ്യുന്നത്. എബൌട്ട് ദ വെബ് പേജ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ് പേജിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ ഹെഡിൽ സൂക്ഷിക്കുന്നത്. ബോഡി പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ആ വെബ് പേജിനകത്ത് എന്താണോ നമുക്ക് യൂസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ വെബ് പേജിനെ നമുക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, എന്തൊക്കെ കണ്ടൻസ് ആ പേജിനകത്ത് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്, ബോഡിക്കകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേളി ബ്രാക്കറ്റ് ഇല്ല. നമുക്കറിയാവുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്തതേ ഉള്ളൂ. എൻക്ലോസ് ചെയ്യാന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി നമ്മൾ കേളി ബ്രാക്കറ്റ് കൊടുക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കേളി ബ്രാക്കറ്റ് കൊടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ് പോർഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹെഡിൻ്റെ ടാഗ് യൂസ് ചെയ്യണം. നോക്കിക്കേ, ഇതാണ് ഹെഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഹെഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ക്ലോസിങ് ടാഗ് കൊടുക്കും. സോ ഇറ്റ്സ് എ പെയ്ഡ് ടാഗ്. അപ്പം ഹെഡിന് ഒരു ഓപ്പണിംഗ് സെഷനും ഉണ്ട്, ഹെഡിന് എന്ത് വേണം? ഒരു ക്ലോസിങ് സെഷനും ഉണ്ട്. ഇനി ആ ഹെഡിൻ്റെ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് തുറക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു വെബ് പേജസ് കാണില്ലേ? ആ വെബ് പേജ് ഇങ്ങനെ തുറക്കുമ്പോഴേക്കും മേളിൽ കാണുന്നൊരു ടൈറ്റിൽ പോർഷൻ ഇല്ലേ? അതൊക്കെയാണ് നമ്മൾ ഈ ഹെഡ് പോർഷൻ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കിപ്പോൾ TKMITയുടെ ഒരു ലോഗോ കാണും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പിക്ചർ കാണും, ഇവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻസ് കാണും, അങ്ങനെ കുറേ സാധനങ്ങൾ കാണും. അപ്പോൾ ഇതെന്താണ്? ഏത് സൈറ്റാണ്? ആ സൈറ്റിനെ നമ്മൾ എങ്ങനെ വ്യൂ ചെയ്യണം? മീൻസ് അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്? അതിൻ്റെ മെറ്റാ ഡേറ്റ എന്നാണ് പറയുക. അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ തിങ്ക് ചെയ്യേണ്ട. ആ ഇൻഫർമേഷൻ, അതായത് വെബ് പേജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ് നമ്മൾ ഹെഡിൽ കൊടുക്കുന്നത്. അതൊരിക്കലും യൂസറിന് എന്താ പറയുന്നത്, ആ വെബ് പേജിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സെഷൻ അല്ല ഏതെന്ന് പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത്. ആ വെബ് പേജ് എങ്ങനെ കാണാനായിട്ട് ഡിസ്പ്ലേയിൽ അത് എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ എവിടെ ഡീൽ ചെയ്യുന്നത്? ബോഡി പോർഷനിൽ ഡീൽ ചെയ്യുന്നത്, ബോഡി. ഓക്കെ, അപ്പം ഈ ഒരു സെഷനാണ് നമുക്ക് എപ്പോഴും സെറ്റ് ചെയ്ത് നമ്മുടെ ആൻസർ ഡെവലപ്പ് ചെയ്യേണ്ടി വരിക, ബോഡി സെഷൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഹെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെഡിനകത്ത് നമ്മൾ എന്താണ് വെബ് പേജിനൊരു അതിൻ്റെ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. എന്താണ് ടാഗിൻ്റെ പേര്? ഹെഡിൽ നമ്മൾ ടൈറ്റിൽ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ടൈറ്റിൽ ഒരു പെയ്ഡ് ടാഗാണ്, ഓപ്പണിംഗ് ടാഗുണ്ട്, ക്ലോസിങ് സെഷനും ഉണ്ട്. ഈ ടാഗിന് ഓപ്പണിംഗ് സെഷനും ഉണ്ട്, ക്ലോസിങ് സെഷനും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പേജിൻ്റെ ടൈറ്റിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി കൊടുക്കുന്നു അത് അതുപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ആവും. സോ പേജ് ടൈറ്റിൽ നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു ഹെഡിങ്, ഒരു ടൈറ്റിൽ പോലെ. ഓക്കെ, ഇനി രണ്ടാമത്തെ സെഷൻ, ഈ ഒരു സെഷൻ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഹാഫിനെയാണ് നമ്മൾ നമ്മുടെ പേജിൻ്റെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബോഡിയുടെ ടാഗ് യൂസ് ചെയ്യണം. നമ്മൾ സാധാരണ ബ്രാക്കറ്റ് കൊടുത്ത് ഗ്രൂപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടുത്തെ ആക്ച്വൽ ഡേറ്റ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ടാഗിനകത്ത് എൻക്ലോസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ബോഡി പോർഷനുണ്ട്, അതേപോലെ തന്നെ ബോഡിയുടെ ക്ലോസിങ് സെഷനും ഉണ്ട്. ഇനി നമുക്കതിനകത്ത് ഹെഡിങ്സോ പാരഗ്രാഫ്സോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാഗ് വഴി നമുക്ക് ആ ഹെഡിങ്സും പാരഗ്രാഫ്സും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഹെഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹെഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എച്ച് എന്ന് പറയുന്നത്. ആ ഹെച്ചിന് പല വേരിയൻസ് ഉണ്ട്. എച്ചിൻ്റെ ഇൻഡെക്സ് വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഹെഡിങ്ങിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ H1 മുതൽ H6 വരെയുള്ള ടാഗുകളാണ് ഹെഡിങ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പെയ്ഡ് ടാഗാണ്. അപ്പോൾ നമ്മൾ എന്ത് ഹെഡിങ് കൊടുക്കുന്നതും ഈ ഒരു പെയ്ഡ് ടാഗിനകത്തായിരിക്കണം. ഇപ്പോൾ H1 കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് സൈസിലായിരിക്കും ആ ഒരു ടൈറ്റിൽ ഡിസ്പ്ലേ ആവുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാം എന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ അതൊരു ഹെഡിങ് ആയിട്ട് സെറ്റാവും. ആ ഹെഡിങ്ങിൻ്റെ സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനൊരു H6 എന്നൊരു ടാഗ് കൊടുത്തിട്ട് അവിടെ ഞാൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വീണ്ടും എഴുതുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ടാഗിന് പ്രോഗ്രാം എഴുതിയേക്കുന്ന ഈ ഒരു ടാഗായിരിക്കും ഏറ്റവും ലാർജസ്റ്റ് സൈസ്. അതിൻ്റെ സഫിക്സ് വാല്യൂ എത്രയാണ്? 1 ആണ്. നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? H6 ആണ്. ഇത് H1 ആണ് ലാർജസ്റ്റ് സൈസ്. എപ്പോഴും ഓർത്തിരിക്കണം, 1 to 6 ആണ്. 1 ഈസ് ദ ലാർജസ്റ്റ് വാല്യൂ ആൻഡ് 6 ഈസ് ദ സ്മോളസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും കുഞ്ഞായിട്ടായിരിക്കും ഈ പ്രോഗ്രാം നമുക്ക് ഡിസ്പ്ലേ ഔട്ട് ആവുന്നത്. നിങ്ങളതിൻ്റെ സൈസ് ഡയമെൻഷൻ ഒന്നും ഇപ്പോൾ പഠിക്കേണ്ട. ലാർജ് സൈസാണ് നമുക്ക് ക്വസ്റ്റിനകത്ത് തരും. ഒരു മീഡിയം സൈസ്ഡ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു H3 H2 കൊടുക്കണം. ലാർജ് സൈസ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ H1 കൊടുക്കണം. സ്മോൾ സൈസ് എന്ന് പറയുവാണെങ്കിൽ എന്ത് കൊടുക്കണം? H6 കൊടുക്കണം. ഓക്കെ, ഹെഡിങ്ങിന് സ്പെസിഫിക്കേഷൻ അവർ മെൻഷൻ ചെയ്യുവാണെങ്കിൽ.
ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഹെഡിങ് ഉണ്ട്, ഹെഡിങ്ങിന് വേണ്ടി പിന്നെ നമുക്കൊരു പാരഗ്രാഫ് മോഡലിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ പാരഗ്രാഫ് ഉണ്ട്. ഇവിടെ 2 പാരഗ്രാഫ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് കൊടുത്തു. അടുത്ത ലൈനിൽ ഒരു പാരഗ്രാഫ് മോഡിൽ എന്ത് ചെയ്യും, ദിസ് ഈസ് എ പാരഗ്രാഫ്, ദിസ് ഈസ് അനദർ പാരഗ്രാഫ് എന്നുള്ള ഔട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണൊരു HTML ഒരു ബേസിക് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ട എന്താണ്, HTML ബോഡി പോർഷനെയാണ്. HTML ആ വെബ് പേജ് എന്താണോ ടൈറ്റിൽ ചെയ്യേണ്ടത് ആ ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ മെയിലിൽ എവിടെ കൊടുക്കുക, ഹെഡ് പോർഷനിൽ കൊടുക്കുക. ഇനി HTML സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് HTML, അതിൻ്റെ ക്ലോസിങ് ടാഗാണ് /HTML. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വെബ് പേജിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. HTML സ്റ്റാർട്ട് ചെയ്ത് HTML എൻഡ് ചെയ്യും, ഹെഡ് പോർഷനുണ്ട്, ബോഡി പോർഷനുണ്ട്. അത് ഓരോന്നും എന്താണ് കൺവേ ചെയ്യുന്നത്, എവിടെയാണ് യൂസറിന് ഡിസ്പ്ലേ ആവുന്ന സെഷൻ, അതായത് യൂസറിന് വ്യൂ ചെയ്യാൻ പറ്റുന്ന എന്താ, ഈ ബോഡിക്കകത്തുള്ള കാര്യങ്ങൾ മാത്രമേ യൂസറിന് ആക്ച്വലി വെബ് പേജായിട്ട് വ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വെബ് പേജിൻ്റെ കണ്ടൻറ്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡിങ്സ് പല പല സൈസിലുള്ള ഹെഡിങ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് H1 മുതൽ H6 വരെയുള്ള ടാഗ്. അതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ആണ് H1 കൊടുക്കുക, ഏറ്റവും സ്മോളസ്റ്റ് ആണ് H6 വരിക. ഓക്കെ, അവർ ഹെഡിങ്സ് പല പല H ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ്. H1 ഡിസ്പ്ലേ ചെയ്തേക്കുന്നതും H6 ഡിസ്പ്ലേ ചെയ്തേക്കുന്നുള്ള ഡയമെൻഷനിലുള്ള ഡിഫറൻസ് ഉണ്ടോ, സൈസ് കൂടുതൽ H1 ആയിരിക്കും, സൈസ് കുറവ് H6 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് HTML പാരഗ്രാഫ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, P എന്നുള്ള ടാഗ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാരഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുതിയ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു മാർജിൻ, ഒരു ഇൻഡൻറ്റേഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡേറ്റ, ഒരു ടെക്സ്റ്റുള്ള ഡേറ്റ നമുക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യാം, പാരഗ്രാഫ് മോഡിൽ അല്ലെങ്കിൽ പാരഗ്രാഫ് ടാഗിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ലൈൻസ് ഇൻ ദ സോഴ്സ് കോഡ് ബട്ട് ദ ബ്രൗസർ ഇഗ്നോർസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് അങ്ങനെ തന്നെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ, ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ലൈൻസ്, ദിസ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് സ്പേസസ്, ദ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ പാരഗ്രാഫ്. നമ്മൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് ഡിസ്പ്ലേ ഔട്ട് ആവുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും.